ആദ്യം തന്നെ ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ തണ്ടെല്ലാം ആദ്യം തന്നെ നമുക്ക് മുറിച്ചെടുക്കാം. ഇത് അപ്പുറത്തെ സൈഡൊന്ന് മുറിച്ച് ഇനി ഇതും മുറിച്ചെടുക്കാം. ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ച വെണ്ടയ്ക്കയാണ്. അങ്ങനെ ഇതെല്ലാം ഞാനിവിടെ മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമുക്കിത് ചെറുതായി മുറിച്ചെടുക്കാൻ. അങ്ങനെ ഇതിൻ്റെ തണ്ടെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായി നമുക്ക് ചെറുതാക്കി മുറിച്ചെടുക്കാം. ഇതേപോലെയാണ് മുറിച്ചെടുക്കേണ്ടത്, എന്നാലേ കാണാൻ തന്നെ ഒരു രസമുണ്ടാവും. പെട്ടെന്ന് തന്നെ നമുക്ക് മുറിച്ചെടുക്കാനും പറ്റും. നല്ല സോഫ്റ്റായിട്ടുള്ള വെണ്ടയ്ക്കയാണിത്. ചിലത് ഭയങ്കര കട്ടിയായിരിക്കും. അങ്ങനെ ഇത് പെട്ടെന്ന് തന്നെ ഞാനിവിടെ മുറിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് ചെറുതായി നല്ല ഭംഗിയായി മുറിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ എൻ്റെ വെണ്ടക്ക ഹെയർ പാക്കിൻ്റെ വീഡിയോ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവർ തീർച്ചയായും ഒന്ന് കണ്ടു നോക്കണം. നല്ലൊരു ഹെയർ പാക്കാണത്. അങ്ങനെ ഞാൻ വെണ്ടക്കയെല്ലാം മുറിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ വെളിച്ചെണ്ണയായാലും ഓയിലായാലും ഏതായാലും പ്രശ്നമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനൊരു മുളകും മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് പൊട്ടി വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് വെണ്ടക്കയും ഇട്ട് കൊടുക്കണം. അങ്ങനെ വെണ്ടക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. കടുകും പിന്നെ മുളകും കരിയാപ്പിലയും കൂടിയിട്ടൊന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. കുറച്ച് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് ഇട്ട് കൊടുക്കാൻ. ഇനി ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടിച്ചു പിടിക്കുന്നുണ്ട്. ഇനി അടുത്തതായി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സാക്കണം. അതേപോലെ കുറച്ച് കറി പൗഡറും കൂടി നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കണം. ഇതാണ് ഈ വെണ്ടക്കയുടെ ടേസ്റ്റ്. ഇനി ഇത് കുറച്ച് മതി, അധികമൊന്നും വേണ്ട. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇതിൽ വെള്ളമൊന്നും ആക്കാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് കുറച്ച് 5 മിനിറ്റും കൂടി നമുക്ക് വെക്കണം. പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇത് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. അധിക സമയമൊന്നും വേണ്ട. വേറെ ഒരു ഡിഷും ഇല്ലെങ്കിലും ഇതന്നെ മതി ചോറ് കഴിക്കാൻ. കറിയൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ ഇത് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഞാനിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് ഞാൻ ഇതിലിട്ടത് മിക്സഡ് കറി മസാലയാണ്. നല്ല ടേസ്റ്റാണ്. അത് ഏത് വറവിലും വേണ്ടിക്കലും നിങ്ങൾക്ക് ഇടാൻ പറ്റും. അങ്ങനെ നമ്മുടെ വെണ്ടക്ക വറവ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റും ചെയ്യണം. താങ്ക് യു.